നീലകണ്ഠൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഉദയഭാനു നമ്മളൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അഡ്വക്കേറ്റ് ഉദയഭാനു, നേരത്തെ ഈ ഒഴിപ്പിക്കൽ നടപടികളും കെട്ടിടങ്ങൾ പൊളിക്കലും ഒക്കെ ഉണ്ടായപ്പോൾ പലരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് അനുകൂല വിധി സമ്പാദിച്ച അബാദും അന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേയും അനുവദിക്കപ്പെട്ടില്ല. 2010 ജനുവരിയിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞു മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങളൊക്കെ പൊളിച്ചു നീക്കേണ്ടതാണ്. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി ശാസിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ഉണ്ടായിരിക്കെ പെട്ടെന്ന് ഒരു ദിവസത്തിൽ വിധി വരുന്നു. ഈ നടപടിക്രമങ്ങൾ ധൃതി പിടിച്ചതായിപ്പോയി, നടപടിക്രമങ്ങൾ പാലിക്കാതെ ആയിപ്പോയി എന്നൊരു വിധി വരുന്നു. അക്കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ചീഫ് ജസ്റ്റിസ് സ്ഥാനം മാറിപ്പോവുകയാണ്, സ്ഥലം മാറ്റം കിട്ടിപ്പോവുകയാണ്, പെട്ടെന്ന് ഒരു വിധി പുറപ്പെടുവിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന്. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? അഡ്വക്കേറ്റ് ഉദയഭാനുവിലേക്ക് മടങ്ങിയെത്താം. സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ CPM നേതാവ് MM ലോറൻസ് കൂടി ചേരുന്നു ഈ ചർച്ചയിൽ. ശ്രീ MM ലോറൻസ്, അന്ന് ഈ മൂന്നാർ ഒഴിപ്പിക്കലുണ്ടായ കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായിരുന്നു. LDF സർക്കാരിൽ പങ്കാളിയായിരുന്ന CPI പോലും ശക്തമായ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇടുക്കിയിലെ പാർട്ടി ഘടകം പോലും ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഇന്ന് ഈ കോടതി വിധി വരുമ്പോൾ എങ്ങനെയാണ് CPM ഈ വിധിയെ കാണുന്നത്? ഞാനിപ്പോൾ കോടതി വിധിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. കോടതി വിധി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം അറിയേണ്ടായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിശദാംശം മനസ്സിലാക്കാതെ കണ്ട് അതേപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കോടതി പറഞ്ഞത് ഇത്, ദയവായി ക്ഷമിക്കുക ശ്രീ MM ലോറൻസ്, ഞാൻ കോടതി വിധിയുടെ ഒരു ചെറുരൂപം താങ്കൾക്ക് വേണ്ടി പറയാം. കോടതി വിധിയിൽ പറയുന്നത് ഇത് ധൃതി പിടിച്ചുള്ള നടപടിയായിപ്പോയി, നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, അനധികൃതമായ കെട്ടിടം എന്ന പേരിൽ പൊളിച്ച റിസോർട്ടിന് നഷ്ടപരിഹാരമായി, ഇടക്കാല നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ സർക്കാർ നൽകണം. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ കോടതി വിധി. നമ്മുടെ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് അതിനെ വിലയിരുത്തുവാനും വ്യാഖ്യാനിക്കുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതനുസരിച്ച് അവരൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഉള്ള മാർഗം അതുമേൽ അപ്പീൽ പോകലാണ്. ഏതായാലും എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എന്താ കഴിച്ചാൽ അന്ന് തന്നെ വളരെ കോൺട്രവേഴ്ഷ്യലായിരുന്നു ഈ നടപടികളെല്ലാം. അതിന് ചില പൊളിറ്റിക്കൽ റീസൺസും ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പലതുമുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചില സ്ഥിതിഗതികൾ, പിന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള ചില ബന്ധങ്ങളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഏതായാലും അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പൊളിക്കാൻ അധികാരപ്പെട്ടവർക്ക് അവകാശം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിധത്തിലാണ് പൊളിച്ചത് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് പൊളിച്ച ആളുകൾ തന്നെയാണ്, അഥവാ പൊളിപ്പിച്ച ആൾക്കാരുമാണ്. ഏതായാലും കോടതി ഇപ്പോൾ പറയുന്നത് തിരക്ക് പിടിച്ചായി പോയി, നടപടിക്രമങ്ങൾ എല്ലാം പാലിക്കാതെ കണ്ടാണ് എന്ന് പറയുന്നു. അത് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അതിനെപ്പറ്റി തീരുമാനം എടുക്കട്ടെ. ആ നടപടി അനുസരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് അപ്പീൽ പോവുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാനായിട്ട്. അപ്പോൾ അതെനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഏതായാലും അന്ന് നടന്ന കാര്യങ്ങൾ എല്ലാം കുറേ തിരക്ക് പിടിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ കുറേ ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും തോന്നിയിട്ടുണ്ട്, മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതിനെപ്പറ്റി കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ശ്രീ MM ലോറൻസ്, അങ്ങനെ തിരക്ക് പിടിച്ചായിപ്പോയി എന്നൊരു തോന്നലുണ്ടായെങ്കിൽ അതിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണം എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഇടക്കാല നഷ്ടപരിഹാരം ഒരു റിസോർട്ടിന് മാത്രം നൽകണം എന്ന് കോടതി പറയുന്നുണ്ട്. അങ്ങനെ നഷ്ടപരിഹാരം സർക്കാരിന് നൽകേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ഉത്തരവാദിത്തമുണ്ടാവില്ല LDF സർക്കാരിന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ LDF സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണോ പൊളിക്കൽ നടന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. സർക്കാർ തീരുമാനിച്ചിട്ടാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാത്ത വിധത്തിലാണ് ആ പൊളിക്കൽ നടന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പം അതുകൊണ്ട് LDF സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മുഴുവൻ ശരിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. LDF സർക്കാരിൻ്റെ കാലത്താണ് നടന്നത് ശരിയാണ്. റൈറ്റ്. ശ്രീ MM ലോറൻസ് മടങ്ങിയെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഉദയഭാനു അദ്ദേഹം ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, കോടതി തന്നെ, ഹൈക്കോടതി തന്നെ മുൻകാലങ്ങളിൽ ഈ പൊളിപ്പിക്കൽ നടന്ന സമയത്തും ഏറ്റെടുക്കൽ നടന്ന സമയത്തും അബാദ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഹർജികളുമായി സ്റ്റേക്ക് വേണ്ടി സമീപിച്ചപ്പോൾ സ്റ്റേ നൽകാൻ വിസമ്മതിച്ചിരുന്നു. പിന്നീട് 2010 ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കണം എന്ന്. അത്രയൊക്കെ ചെയ്ത ഒരു കോടതി, അത്തരം കോടതി നടപടികളൊക്കെ മുന്നിൽ നിൽക്കെയാണ് ഈ ഒരു വിധി വരുന്നത്. അതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ച ആക്ഷേപം, ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ അവർ ചീഫ് ജസ്റ്റിസായി സ്ഥലം മാറിപ്പോകുന്നതിന് തൊട്ടു മുമ്പ് പുറപ്പെടുവിച്ച വിധി അത് ദുരൂഹമാണ് എന്നാണ്. ആ ആക്ഷേപത്തോട് നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷയായ ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ള വിധി ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതിന് സമാനമായിട്ട് ചിന്തിക്കുന്ന നിരവധി അഭിഭാഷകർ ഇന്ന് ഹൈക്കോടതിയിലുണ്ടാവും. അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു പൊതുസമൂഹമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്രകാരം ഒരു വിശ്വാസത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരാൻ ഇടയായ ഒരു സാഹചര്യം കേരളത്തിലെ മുൻ ചീഫ് ജസ്റ്റിസായ ശ്രീ ബെന്നൂർ മഠ് മൂന്നാർ സന്ദർശിച്ച ശേഷം മൂന്നാറിനെ കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിലെ വാചകങ്ങൾ എങ്ങനെയാണ്? മൂന്നാർ എന്ന് പറയുന്നത് അപമാനിക്കപ്പെട്ട ഒരു യുവതിയാണ് എന്ന്. അപമാനിക്കപ്പെട്ട ഒരു യുവതിയാണ് മൂന്നാർ എന്ന് കണ്ടെത്താനായിട്ട് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ഒരു ബെന്നൂർ മഠ് എന്ന ചീഫ് ജസ്റ്റിസിന് അനുഭവങ്ങൾ ഉണ്ടായി എങ്കിൽ ഇന്നും കയ്യേറ്റങ്ങളെ ന്യായീകരിക്കുന്നതിൽ കയ്യേറ്റവും കയ്യൂക്കോടുകൂടി കയ്യേറിയിരിക്കുന്നവർക്ക് മുഴുവനും പിന്തുണ കൊടുക്കുന്ന ഒരു വിധിയാണ് ഇന്ന് പുറപ്പെടുവിച്ചത് എന്ന നിലയ്ക്ക് പറയേണ്ടതായി വരും. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എങ്കിൽ ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ വന്നിരുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കുകയോ തെളിവെടുപ്പ് നടത്തി കേസ് പുനർപരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് കീഴ്ക്കോടതികളെ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്ന സാഹചര്യങ്ങളിരിക്കെ അതൊന്നും പരിശോധിക്കാതെ തന്നെ അന്നത്തെ ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കിയ ഒരു കാര്യത്തെ ഈ രീതിയിൽ ഒരു വിധിയിലൂടെ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത്, നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നിലയ്ക്ക് ബെന്നൂർ മഠ് കണ്ടെത്തിയ ആ കണ്ടെത്തലിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അതിന്റെ സാങ്കത്യവും ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ചീഫ് ജസ്റ്റിസ് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ സിറ്റിംഗ് നടത്താൻ പാടില്ലാത്തതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ ട്രാൻസ്ഫർ ഉത്തരവ് 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രജിസ്റ്ററിൽ കിട്ടിക്കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചീഫ് ജസ്റ്റിസ് ഇതേപോലെ ട്രാൻസ്ഫറിന് വിധേയനായിട്ടുള്ള മറ്റൊരു ജഡ്ജിനോട് സിറ്റിംഗ് നടത്തരുന്ന് ഉപദേശിച്ചു അത്രേ. നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചരിത്രമുണ്ട്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള ശ്രീ ദണ്ഡപാണി സാർ, അദ്ദേഹം ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ആ ട്രാൻസ്ഫർ കാലത്ത് തന്നെ 2 ആഴ്ച അദ്ദേഹം ആ ട്രാൻസ്ഫർ നീട്ടിക്കിട്ടണമെന്ന് അപേക്ഷ കൊടുക്കുകയും അത് അനുവദിക്കപ്പെടുകയും സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ഒരു ശശി കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. ആ റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ അന്ന് മേൽ കോടതികളിൽ നിന്ന് ഉത്തരവിന്റെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം ഹീസ് ഡീംഡ് ടു ബി ഡെമിറ്റ് ഹിസ് ഓഫീസ് എന്ന നിലയ്ക്ക് പരിഗണിച്ച് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അത് സൂചിപ്പിക്കുന്നത് തന്നെ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ജഡ്ജിമാരിയ്ക്കുന്നത് ഭൂഷണമല്ല. അത് മുൻപ് 8 മാസങ്ങൾക്ക് മുൻപ് കേട്ട കേസാണെങ്കിൽ പോലും മറ്റൊരു ജഡ്ജിയെ അത് കേൾക്കുവാനായിട്ട് 8 മാസങ്ങൾക്ക് മുമ്പ് കേട്ട് കഴിഞ്ഞ കേസാണ്, ഇതുവരെ വിധി പറഞ്ഞില്ല എന്നത് തന്നെ നമ്മുടെ ഒരു കേസ് ഒരു പൂർണ്ണതയിലെത്തിക്കുവാനോ അത് കേട്ട് തീരുമാനമെടുക്കുന്നതിനുള്ള നമ്മുടെ ഒരു നിയമ സംവിധാനത്തിന്റെ പരിമിതികളോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ എന്ന നിലയ്ക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനേക്കാളും ഉപരി അത് ഇത്ര ധൃതി വെച്ചു പറഞ്ഞു എന്നത് അവിടുത്തെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരായിട്ടുള്ള ടാറ്റയെ സഹായിക്കാനാണ് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അത് ശരിവെക്കുന്ന നിലയിലാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരു കാര്യം കൂടി, കേരള സർക്കാർ ഇന്ന് പ്രധാനമായും ഈ കേസിൽ ഉന്നയിച്ച വാദം ഇതൊരു റിട്ട് ഹർജിയായി പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല, നഷ്ടപരിഹാരം, ഭൂമി കയ്യേറ്റം സംബന്ധിച്ചുള്ള തർക്കങ്ങളുമൊക്കെ സിവിൽ കേസായി പരിഗണിക്കേണ്ടതാണ് എന്നൊരു വാദം കേരള സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ വാദം അംഗീകരിക്കപ്പെടാതെ പോയത്? ഇതൊരു റിട്ട് ഹർജിയായി പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇത് റിട്ട് ഹർജിയുടെ പരിധിയിൽ വരുന്ന വിഷയമേ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊരു സിവിൽ തർക്കമാണ്. ആ സിവിൽ തർക്കം എന്ന് പറയുന്നത് അനധികൃതമായിട്ട് കയ്യേറ്റം ചെയ്ത ആളിൽ നിന്നും ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് നഷ്ടപരിഹാരം അവർക്ക് സംഭവിച്ച നഷ്ടപരിഹാരത്തിന്റെ അളവ് എത്ര,
വ്യാപ്തി എത്ര, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തല്ല, അതെല്ലാം കണ്ടെത്തേണ്ടത് ഒരു കമ്മീഷൻ വെച്ച് കോടതി വിധി നടത്തി അത് തെളിവെടുപ്പ് നടത്തി മാത്രം തീരുമാനം എടുക്കണ്ട. ആ തെളിവെടുപ്പ് നടത്തി തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളും സാവകാശവും ഉണ്ട്, നിയമവും ഉണ്ട് എന്നിരിക്കെ ആർട്ടിക്കിൾ 226 പരിധിയിൽ കൊണ്ടുവന്ന് ഇത് തീർപ്പ് കൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് തീർച്ചയായിട്ടും സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ കേരള ഗവൺമെന്റ് എടുത്ത നിലപാട് ശ്ലാഘനീയമാണ്. ഇത് സിവിൽ തർക്കമാണെന്ന നിലയ്ക്ക് കൊണ്ടുവരികയും ആ കൊണ്ടുവന്ന കാര്യം അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ അത്രമാത്രം വിജയിച്ചു എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. റൈറ്റ്, മടങ്ങെത്താം മിനിസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി. മിനിസ്റ്റർ, ഇവിടെ നിരവധി നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. റിട്ട് ഹർജിയായി പരിഗണിക്കപ്പെട്ടത് ഒരു പ്രശ്നം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മഞ്ജുള ചെല്ലൂർ അവർ സ്ഥലമാറ്റമായതിനു ശേഷം ഒരു കേസ് പരിഗണിക്കുന്നതിലെ അനൗചിത്യം, അങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി UDF സർക്കാർ പരിഗണിച്ച് ഉചിതമായ നിയമപരിഹാരത്തിന് ശ്രമിക്കും എന്ന് വിശ്വസിക്കാമോ? ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞു. ഈ കേസ് നടത്തുന്നതിന് വേണ്ടി ശ്രീമതി സുശീല ഭട്ടിനെയാണ് അന്ന് ഗവൺമെന്റ് ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിക്കാൻ കാരണമുണ്ട്. കാരണം റവന്യൂ കേസുകൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി അഭിഭാഷകരില്ലാതെ വന്നതുകൊണ്ട് റവന്യൂ കേസുകളെല്ലാം തോക്കുന്നു എന്ന് പൊതുവായി ഒരു വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു. ആ ആക്ഷേപം ഉണ്ടായിരുന്നതിന് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് അന്ന് ഗവൺമെന്റിന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി സുശീല ഭട്ടും അഡ്വക്കേറ്റ് സോയൂസും 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സായിട്ട് അവരെ ലാൻഡ് റവന്യൂ കേസുകൾ മാത്രം നോക്കുന്നതിന് വേണ്ടി അന്ന് ഗവൺമെന്റ് നിയോഗിച്ചത്. അവരുടെ വാദഗതികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഏതായാലും കേസിന്റെ ഇനി പരിണിത ഫലം തീരുമാനിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്, ലോ ഡിപ്പാർട്ട്മെന്റാണ്. ആ 2 ഡിപ്പാർട്ട്മെന്റുകളും നിശ്ചയമായും ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായി തന്നെയുള്ള നിലപാടെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിനിസ്റ്റർ, ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മൂന്നാർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള ദൗത്യസംഘം അത് വിവാദമാവുകയും അത് പിൻവലിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഉപഗ്രഹ സർവേ നടത്തി സർക്കാർ ഭൂമി ഏത്, വനഭൂമി ഏത്, റവന്യൂ ഭൂമി ഏത്, കയ്യേറ്റം ഏത് എന്നൊക്കെ കണ്ടെത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് വന്ന സർക്കാരും ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയിച്ചിരുന്നു. 2005 ഒരു എംപവേർഡ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ അവിടുത്തെ മൂന്നാറിലെ കയ്യേറ്റങ്ങളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിവേദിത പി ഹരൻ അന്വേഷണങ്ങൾ നടത്തിയതും. ഇത്രയൊക്കെ നടപടിക്രമങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷവും ഇത്തരം വിധികൾ ഉണ്ടാകുന്നു, കയ്യേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ മന്ദീഭവിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനിയും നിയമപരമായ നടപടികൾ സർക്കാർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന സംശയം ഉയരുന്നത്. എനിക്കതിനകത്ത് ഒരു പോയിന്റിനെ കുറിച്ച് മാത്രമാണ് വിയോജിപ്പുള്ളത്. ബാക്കി പറഞ്ഞതിന്റെ ഏറെക്കുറെ ഞാൻ അംഗീകരിക്കുക. ഗവൺമെന്റ് അതിനുശേഷം ഒരു നടപടിയും എടുത്തില്ല എന്ന് പറയുന്നത് അതിന്റെ ഭാഗികമായ കാഴ്ചപ്പാട് മാത്രമാണ്. 840 ഏക്കർ സ്ഥലം അതിനുശേഷം കയ്യേറ്റ ഭൂമിയായി ഗവൺമെന്റ് കണ്ടെത്തുകയും ഗവൺമെന്റിലേക്ക് അത് മുതൽക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഭൂസംരക്ഷണ സേന എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പുതിയ വിഭാഗത്തെ നിയോഗിച്ച് അവർ ഈ കയ്യേറ്റം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി അവരെ നിയോഗിച്ചിരുന്നു. 1000-ലധികം ജണ്ടകളിട്ട് ആ വനഭൂമി അവിടെ പ്രത്യേകമായി തിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തിരുന്നു. ആവശ്യമായ ക്യാമ്പയിൻ നടത്തി ജനങ്ങളെ കൂടെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം ഒന്നും ചെയ്തില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സാഹചര്യത്തെക്കുറിച്ചും ബോധ്യപ്പെടാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ പറഞ്ഞതുകൊണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ 843 ഏക്കർ സ്ഥലം അതിനുശേഷം ആ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ അവിടെ ഏറ്റെടുത്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ അവിടെ കൃത്യമായി മുമ്പോട്ട് പോയിട്ടുമുണ്ട്.